ഇന്ന് രാവിലെ മുതലേ ജോറായ പണിയായിരുന്നു കേട്ടോ. വീട്ടിലത്തെ പണിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതായത് നല്ലപോലെ പണി ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് മഗ്‌രിബിന്റെ ടൈമിലാണ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റിയത് കേട്ടോ. അപ്പോഴേക്ക് പിന്നെ കുട്ടികളെ എഴുത്ത് വായന ആ ഒരു സമയമായിട്ട് അതൊക്കെ കഴിഞ്ഞ് ഒരു 8:30 ആയപ്പോഴേക്ക് കുഞ്ഞാക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചോന്ന്. അപ്പോൾ ഞങ്ങൾ ഇല്ലാന്ന് പറഞ്ഞിട്ട് എന്നാൽ പിന്നെ നമുക്കൊന്ന് പുറത്തുനിന്നായാലും ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ 3 പേരും ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഇപ്പോൾ നമ്മൾ ഫുഡിന്റെ സ്പോട്ട് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ മണ്ണാർക്കാടുള്ള കസാമൂലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുഞ്ഞാക്ക വന്നപ്പോഴേക്ക് ഞങ്ങൾ ചെടപെടാ മാറ്റി പെട്ടെന്ന് തന്നെ വണ്ടി കയറി ഇതാ നമ്മളെ കസാമു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ 2 3 4ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇവിടേക്ക് ഫുഡ് കഴിക്കാൻ വരുന്നത്. അതിന് പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ ഫുഡിന്റെ അടിപൊളി ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് അവിടുത്തെ കസ്റ്റമർ സർവീസ് ആണ് കേട്ടോ. അടിപൊളിയാണ്. പിന്നെ അവിടെ ചെന്നാൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ. അവിടെ ചെന്നാലും നമുക്കൊരു സൂപ്പ് കിട്ടും. അത് അടിപൊളിയാണ് കേട്ടോ. അത് നമ്മൾ എവിടെ പോയാലും ആ ഒരു സംഭവം നമുക്ക് കിട്ടൂല. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള ഒരു സലാഡ് ഉണ്ടല്ലോ, അത് എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് 1 2 കിട്ടുള്ളൂ. ഇവിടെ ആണെങ്കിൽ ഒരു പ്ലേറ്റ് നിറച്ച് കിട്ടും കേട്ടോ. അങ്ങനെ ആ സച്ചു ഫാദിയൊക്കെ ഫുഡ് കഴിക്കാൻ തുടത്തിയിട്ടുണ്ട് കേട്ടോ. സച്ചുവിനോട് ഫാദിക്കുട്ടിനോടും എപ്പോൾ ഫുഡ് കഴിക്കാൻ പുറത്ത് പോകാന്ന് പറഞ്ഞാലും 2 പേരും പറയാവുന്ന ഒരു പേര് ഇപ്പൊ നമ്മുടെ കസാമു റെസ്റ്റോറന്റ് ആണ്. അവിടുത്തെ മധുഹൂത്ത് കഴിച്ചാൽ മതി എന്നാണ് ഇപ്പൊ അവർ പറയാറുള്ളത്. ഇതിന് മുന്നേ നമ്മുടെ സ്ഥിരം സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ അരിമ്പാവുള്ള നമ്മുടെ റവാബീത്തെ വാര്യലും അതുപോലെ തന്നെ മന്തിയും കൂടെ ആയിരുന്നു. അത് ഇപ്പോഴും കഴിക്കാറുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു സ്പോട്ട് കണ്ടത് മുതൽ പിന്നെ നമ്മൾ ഇവിടെ ആണ് കേട്ടോ വരാറുള്ളത്. അങ്ങനെ ഞങ്ങൾ 1 2 പറഞ്ഞിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞതൊന്നും അറിഞ്ഞതേ ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും നല്ല അടിപൊളിയാണ് കേട്ടോ. എന്താ പറയുക, അത്രയും ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കുന്നതിനിടയിൽ സച്ചുവിന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനോട് കുറച്ച് ടൈം സംസാരിച്ചിരുന്നു കേട്ടോ. പിന്നെ ഞാനാണ് എന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാറുള്ളത്. എനിക്ക് ഹെൽപ്പർമാരൊന്നും ഇല്ല കേട്ടോ. ഞാനും എന്റെ ട്രൈപ്പോഡ് മാത്രമാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ സങ്കടം തോന്നിയപ്പോൾ കുഞ്ഞാക്ക ചെറിയൊരു ക്ലിപ്പ് എടുക്കുന്നതാണ് കേട്ടോ ഇത്. എവിടുന്ന് നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങുമ്പോഴും നമ്മൾ ഇനി വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ചിട്ട് കഴിക്കുക എന്നൊക്കെയാണ് വിചാരിച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് ഇറങ്ങാറ്. പക്ഷേ ഇവിടുന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ഇനി എപ്പോഴാണ് ഇങ്ങോട്ട് തിരിച്ചു വരിക എന്നുള്ളൊരു ചിന്തയിലാണ് കേട്ടോ ഞാൻ ഇറങ്ങാറുള്ളത്. അപ്പോൾ നമ്മുടെ മണ്ണാർക്കാട് കസാമു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഇതുവരെ മധുഹൂത്ത് കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മണ്ണാർക്കാട് കുന്തിപ്പുഴ പാലത്തിന്റെ സൈഡ് ഭാഗത്താണ്. അങ്ങനെ 4 പേരും നല്ല സന്തോഷത്തോടെ വയറൊക്കെ നിറച്ച് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് കറങ്ങാണ്ട്, അതായത് ഞങ്ങൾക്ക് 1 2 സാധനങ്ങൾ കൂടെ വാങ്ങിക്കണ്ടായിരുന്നു. ഈ ഒരു രാത്രി കറക്കം ഇപ്പോൾ ഞങ്ങളുടെ സ്ഥിരം പരിപാടി ആയിട്ടുണ്ട്. അങ്ങനെ വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വരുമ്പോഴാണ് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള പൊന്നാനി മീൻ അധികം രാത്രി ടൈമിലാണ് അവിടെ ഉണ്ടാവാറുള്ളത് കേട്ടോ. അപ്പോൾ അതൊരു 1.5 കിലോ അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ മീൻ രാത്രി വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് സമാധാനത്തോടെ കിടന്നിറങ്ങാൻ പറ്റും കേട്ടോ. അതായത് നേരം വെളുത്തു കഴിഞ്ഞാൽ എന്താ കൂട്ടാനെന്ന് ആലോചിച്ച് നിൽക്കണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ കമൻറ്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇടുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മസ്റ്റ് ആയിട്ടും ഇതിൽ എഴുതുക കേട്ടോ.